പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ലിഡിയ ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ലിഡിയ, അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നിലയാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ എത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മുൻപ് ആശുപത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്ന് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനുജ, സജ്ജീകരണങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പം മുമ്പ് സൂപ്രണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരു അത്യാഹിത വിഭാഗത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായി തിരിച്ച് ഒരു റെഡ് സോണായി അത് ഒരു പ്രത്യേക വിഭാഗമായി തിരിച്ച് ഈ ഒരു അപകടത്തിനുള്ള രക്ഷാപ്രവർത്തനത്തിന് മാത്രമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ അടിയന്തര ചികിത്സയ്ക്ക് മാത്രമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും കൂടുതൽ ആളുകളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ഇതുവരെയുള്ള അറിവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ആളുകളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള ആശുപത്രികളിലേക്ക് ആവശ്യമാണെങ്കിൽ കൂടി മറ്റുള്ള ആശുപത്രികളിലേക്ക് കൂടി ആളുകളെ എത്തിക്കും, പരിക്കേറ്റ ആളുകളെ എത്തിക്കും എന്ന് കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിസ്സാര പരിക്കുകളൊക്കെ ഉള്ള ആളുകളെ മറ്റുള്ള ആശുപത്രിയിലേക്ക് ആവശ്യമെങ്കിൽ എത്തിക്കും എന്നുള്ളത് കൂടിയാണ് അല്പസമയം മുൻപ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അടുത്തുള്ള നാട്ടുകാർ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ കൊടുക്കാനായി എത്തുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ സജ്ജമാണ്. പ്രത്യേകിച്ച് കൂടുതൽ ഡോക്ടർമാരെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ, ജീവനക്കാരെ അടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതും കൂടുതൽ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തുന്നത് കൂടിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, മറ്റ് ആശുപത്രികളിൽ നിന്ന് ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ, കൂടുതൽ ഡോക്ടർമാരെ, ജീവനക്കാരെ അടക്കം, ആരോഗ്യ പ്രവർത്തകരെ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളത് കൂടിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കം കൂടുതൽ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും എത്തിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഡോക്ടർമാരുടെ സംഘം അടക്കം എത്തിക്കുമെന്നുള്ളതാണ് അല്പം മുമ്പ് സൂപ്രണ്ട് പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഒരു റെഡ് സോണായി ഒരു ഭാഗം മുഴുവനായി തിരിച്ച് ഇത്തരത്തിൽ പരിക്കേറ്റ ആളുകളെ, കൊണ്ടുവരുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നിലവിൽ പരിക്കേറ്റ ആളുകളെ അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യം അതായത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സയ്ക്കായി അത്യാഹിത വിഭാഗങ്ങളിലേക്ക് വരുന്ന ആളുകൾ കൂടിയുണ്ട്. അവർക്ക് കൂടി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കൂടുതൽ ആംബുലൻസുകളൊക്കെ അവിടേക്ക് എത്തുന്നത് കാണുന്നുണ്ട് ലിഡിയ ദൃശ്യങ്ങളിൽ. ഈ പരിക്ക്, ഈ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട ഇടത്തു നിന്നുള്ള ആളുകളുമായി എത്തുന്ന ആംബുലൻസ് ആണോ അത്? നിലവിലെത്തിയിട്ടുള്ളത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് എത്തുന്ന ആളുകളല്ല. അപകടവുമായി ബന്ധപ്പെട്ട് എത്തുന്ന ആളുകൾക്കായി ഒരു പ്രത്യേക ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിന്റെ ഒരു പ്രത്യേക ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ തന്നെ അത് ക്രമീകരിക്കേണ്ടതായിട്ടുള്ള, മറ്റു പേഷ്യൻസിനടക്കം മറ്റു കാര്യങ്ങൾക്കായി വരുന്നവർക്കടക്കം ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ നിന്നും ആംബുലൻസ് അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13 മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 7 പേരുടേത് അത് കൃത്യമായി മൃതദേഹമായി തന്നെ ലഭിച്ച ഇതാണ്. പക്ഷേ 5 പേരുടേത് അത് ശരീരഭാഗങ്ങൾ ലഭിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ എത്തിക്കുന്ന ആളുകളുമായി അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക്, അതായത് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അത് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ സെക്യൂരിറ്റി ജീവനക്കാരടക്കമുണ്ട്. ആദ്യഘട്ടം മുതൽ ഇത് കാണുന്ന ആളുകൾ കൂടിയാണ് അവർ എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്രയധികം ദയനീയമായിട്ടുള്ള, അത്രയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. നമ്മൾ പ്രതികരണങ്ങൾ തേടാത്തതും അതുകൊണ്ടാണ്. പക്ഷേ ആദ്യം മുതൽക്കേ ഇത് കാണുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന, അതായത് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അവരെ ഉള്ളിലേക്ക് കയറ്റുന്ന അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായും എല്ലാ ശരീരഭാഗങ്ങൾ അറ്റുപോയിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച്
ഈ പരിക്കേറ്റ ആളുകളിൽ 70%-ലധികം പൊള്ളലേറ്റ ആളുകളുണ്ട്. ഒരാൾ വെന്റിലേറ്ററിലടക്കം കഴിയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് എത്തിച്ച മൃതദേഹങ്ങളിൽ അത് മൃതദേഹമായി എത്തിച്ച ആളുകൾ അത് 7 പേർ മാത്രമാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പലരുടെയും അതായത് പലരുടെയും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വ്യക്തമാക്കുന്നതും അത്രയധികം ദുഃഖകരമായിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്, ഈ ആശുപത്രിയിലെ ജീവനക്കാരാണ്. അവർ വ്യക്തമാക്കുന്നതും അത്രയധികം ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ് അവർ കണ്ടത് എന്നുള്ളതാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ അറ്റുപോയ ചിതറിയ നിലയിലൊക്കെയാണ് ഉള്ളത്. ഈ മരിച്ച പലരുടെയും മരണപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ ഇതുപോലെ തന്നെ മൃതദേഹങ്ങളായി അല്ല, പലരുടെയും ശരീരഭാഗങ്ങളാണ് എന്നുള്ളതാണ്. അവയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. തിരിച്ചറിയലടക്കം അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കടക്കം കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിയലും മറ്റുള്ള നടപടികളും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതെത്രയും വേഗം അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ കൂടി നോക്കുന്നു എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് അല്പസമയം മുൻപ് ആശുപത്രി സൂപ്രണ്ട് അടക്കം പറഞ്ഞത്. എന്തായാലും ഈ തിരിച്ചറിയലുകൾ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ ഈ തിരിച്ചറിയലടക്കം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഈ ഒരു 13 പേരുടെയും അടക്കം ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 13 പേരുടെ അടക്കം ഈ തിരിച്ചറിയലുകളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം കടക്കുകയുള്ളൂ. അതൊക്കെ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ കൂടിയാണ് നോക്കുന്നത് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത്. അത്രയധികം വളരെ ആഴമുള്ള അത്രയും ഗ്രാവിറ്റിയുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിലേക്ക് എത്തിയ മരണപ്പെട്ടതും അതുപോലെ തന്നെ പരിക്കേറ്റവരുമായുള്ള വിവരങ്ങൾ ഏകദേശം 26ഓളം പേരാണ്. പക്ഷേ 40ഓളം തൊഴിലാളികൾ അവിടെ പണിയെടുത്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അത് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആശുപത്രിയിൽ നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. അത്രയധികം വലിയ അപകടം, ഉഗ്രസ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകളുടെ അടക്കം ജനൽ ചില്ലലുകളും മറ്റ് കാര്യങ്ങളും അപകടത്തിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ്. അപകടം നടന്ന് ഇപ്പോൾ 4-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും രക്ഷാപ്രവർത്തനം അത് പൂർണ്ണതോതിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, രക്ഷാദൌത്യ സംഘത്തിന് ഈ അപകടം നടന്ന പ്രദേശത്തേക്ക് പൂർണ്ണമായും കടക്കാൻ സാധിച്ചത് തന്നെ അല്പസമയം മുൻപാണ്. അത്രമേൽ വലിയ വ്യാപ്തിയുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള അപകടമാണ് അവിടെ നടന്നത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ വീണ്ടും തുടർ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പടക്കം വീണ്ടും പൊട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരുട്ട് ആയതോടുകൂടി ആ നിലയിൽ അല്പം വെല്ലുവിളി നേരിടുന്നുണ്ട്. അതിനെ മറികടക്കാനായി ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.